ഹലോ ഫ്രണ്ട്സ്, റിയാക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു JSON ഡേറ്റയെ നമുക്ക് ഒരു ടേബിൾ ഫോർമാറ്റിലോട്ട് പ്രസൻറ്റബിൾ ആക്കി നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നതാണ്. അതിനായിട്ട് നമുക്കിവിടെ ഒരു JSON ഫയലുണ്ട്. JSON എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് വെയ്റ്റ് ഒരു ഡേറ്റ ഫോർമാറ്റാണ്, ലൈക്ക് XML പോലെ. students.json എന്ന് പറഞ്ഞ ഫയലിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് അറേ കാണിക്കാനാണ്. ഓരോ കർലി ബ്രാക്കറ്റിനകത്തും ഒരു റോ ഡേറ്റയാണ്, റോൾ നമ്പർ, നെയിം, ക്ലാസ്, അടുത്തത് റോൾ നമ്പർ, നെയിം. ഇത് കോമയായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ബേസിക്കലി ഇതാണ് ഒരു JSON ഡേറ്റ. നമ്മൾ ഇതിനെ ഒരു HTML ടേബിളിലോട്ട് പ്രിൻ്റ് ചെയ്യാൻ പോകണം. സോ നമുക്ക് ആദ്യം ആ ഡേറ്റ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് സ്റ്റുഡൻസ് എന്നാണ് എൻ്റെ ഫയലിൻ്റെ പേര്. ഇമ്പോർട്ട് സ്റ്റുഡൻസ് ഫ്രം, ഇവിടെ ഒരു ./ ഇടുക, students.json എന്ന് പറയുക. ഇനി നമുക്ക് ആ ഡേറ്റ ഇവിടെ യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ TR പറയുക, ടേബിൾ റോ ആണ്. അതിനകത്ത് കോളംസ് TD എന്ന് പറയുന്നു. നമുക്ക് അതിനകത്ത് കൂട്ട് അതിനകത്തുള്ള ഫീൽഡുകളൊക്കെ ഇവിടെ കൊടുക്കാം. റോൾ നമ്പർ, നെയിം, ക്ലാസ്. ഇവിടെ ഒരു കർലി ബ്രാക്കറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ students.map എന്ന് പറയുക. മാപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ. അതിനുശേഷം അതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓരോ സ്റ്റുഡൻറ്റിനായിട്ട് നമുക്കിവിടെ കിട്ടും പാരാമീറ്ററായിട്ട്. അപ്പോൾ നമുക്കിവിടെ സ്റ്റുഡൻറ്റ് കൊടുക്കുക. ആരോ ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് TR പ്രിൻ്റ് ചെയ്യാം. TR, ഇവിടെ നമുക്ക് TD, ഇവിടെ നമുക്ക് സ്റ്റുഡൻറ്റ് ഡോട്ട് റോൾ നമ്പർ എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ TD താഴോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഫീൽഡുകൾ മാറ്റാം. ഇവിടെ നെയിം, ക്ലാസ് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ബ്രൗസറിലൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് കാണാം റോൾ നമ്പർ, നെയിം, ക്ലാസ്. ഇത് ഒരു ടേബിളിനകത്ത് അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ടേബിൾ കാണാൻ പറ്റാത്ത നമുക്കിവിടെ ബോർഡർ കൊടുക്കാത്തതുകൊണ്ട് ബോർഡർ നമ്മളൊരു 2px എന്ന് കൊടുക്കും. നമുക്ക് കാണാം ആ ടേബിളിന് ബോർഡർ വന്നിട്ടുണ്ട്.